നിങ്ങൾക്കെല്ലാവർക്കും 1 സെക്കൻഡ് മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് അനായാസമായിട്ട് ബാങ്കിൽ പോകാതെ തന്നെ SBI യോനോ ഉപയോഗിച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പം ഇതുവരെ നിങ്ങൾ SBI യോനോ അക്കൗണ്ട് ഇതുവരെ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് അനായാസമായിട്ട്. അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റിയൊക്കെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള വീഡിയോസ് എല്ലാം ഞാൻ ഓൾറെഡി ഈ ചാനലിലൂടെ ചെയ്തിട്ടുണ്ട്. അതപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം ഡിസ്ക്രിപ്ഷനിലും എല്ലാം ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ SBI യോനോയിൽ നമ്മൾ ഉപയോഗിച്ച് ക്വിക്ക് ട്രാൻസ്ഫർ, അതായത് ക്വിക്കായിട്ട് നമ്മൾ ബെനഫിഷ്യറി ആഡ് ചെയ്യാതെ തന്നെ അനായാസമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അയക്കാൻ എങ്ങനെ പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇവിടെ യോനോ SBIയുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഇവിടെ എംപിൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ യൂസർ ID ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ എംപിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇവിടെ യോനോ പേ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ക്വിക്ക് ട്രാൻസ്ഫർ എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ക്വിക്ക് ട്രാൻസ്ഫർ ആയിട്ട് എങ്ങനെ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അല്ലാതെ ബെനിഫിഷ്യറി ആഡ് ചെയ്ത് നമുക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഉടനെ തന്നെ ഈ ചാനലിലൂടെ ഉടനെ തന്നെ എളുപ്പത്തിൽ തന്നെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പം ഇതിൻ്റെ ഒരു ഡ്രോബാക്സ് എന്ന് പറയുന്നത്, ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിന് 25,000 രൂപയാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ ക്വിക്ക് ട്രാൻസ്ഫർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളോട് പറയും പ്രൊഫൈൽ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈൽ പാസ്വേഡ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയായിരിക്കണം. ലോഗിൻ പാസ്വേഡിന് പുറമേ ഒരു പ്രൊഫൈൽ പാസ്വേഡും ഉണ്ട് നമ്മൾ നെറ്റ് ബാങ്കിങ്ങിൻ്റെ. ആ പ്രൊഫൈൽ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലേക്കാണ്, അതായത് നമുക്ക് SBIയുടെ അക്കൗണ്ടിലേക്കാണോ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബാങ്കിലേക്കാണോ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് ഓപ്ഷൻ ഇവിടെയുണ്ട്. അപ്പം SBIയിലേക്കാണെങ്കിൽ SBI ക്ലിക്ക് ചെയ്യുക. മറ്റേതെങ്കിലും ബാങ്കിലേക്കാണ് അതർ ബാങ്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ SBI അക്കൗണ്ടിലേക്ക് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് SBI ക്ലിക്ക് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ, അതായത് നമ്മുടെ പേര്, അതായത് ഏത് അക്കൗണ്ടിലേക്കാണോ പൈസ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അയാളുടെ പേര്, അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ മാക്സിമം ലിമിറ്റ്, എത്ര ലിമിറ്റ് വരെ മാക്സിമം എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം എന്ന് നമ്മൾ ഒരു പരിധി നിശ്ചയിക്കുന്നുണ്ട്. അപ്പോൾ ആ മാക്സിമം ലിമിറ്റും ഇവിടെ എൻ്റർ ചെയ്യണം. അതുപോലെ തന്നെ ഒരു നിക്നെയിം, ആ നിക്നെയിമും അയാളുടെ നിക്നെയിമും ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അപ്പം ഞാനിവിടെ പേരും അക്കൗണ്ട് നമ്പർ വീണ്ടും റീ എൻ്റർ ചെയ്തും കൊടുത്തിട്ടുണ്ട്. അതായത് മേലടിക്കുന്ന അക്കൗണ്ട് നമ്പർ തന്നെ റീ എൻ്റർ ചെയ്ത് താഴെയും എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഞാൻ 10,000 ആണ് മാക്സിമം ലിമിറ്റ് എൻ്റർ ചെയ്ത് കൊടുത്തേക്കുന്നത്. അതിനുശേഷം നിക്നെയിമും അടിച്ച് നെക്സ്റ്റ് ചെയ്യുന്നു. അപ്പം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക, അതർ ബാങ്കിലേക്ക് നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും IFSC കോഡ് ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് ഏത് ബാങ്കിൽ നിന്നാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്ന പേ ഫ്രം എന്ന അക്കൗണ്ട് നമ്പർ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ അവൈലബിൾ ബാലൻസ് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ എൻ്റെ ബാലൻസ് ഏകദേശം 17,000 രൂപ സംതിങ് ആണ്. അതുപോലെ തന്നെ ഇവിടെ 2 ഫീൽഡാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് എത്ര രൂപ ഇവിടെ അയക്കണമെന്നും അതുപോലെ തന്നെ എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ ഇത് അയക്കുന്നതെന്നും. അപ്പോൾ അത് രണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് മാൻഡേറ്ററി ആണ്, തീർച്ചയായിട്ടും ഫില്ല് ചെയ്യേണ്ടതാണ്. ഇവിടെ ഞാൻ 1000 രൂപയാണ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് എമൗണ്ട് 1000 എന്ന് എൻ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിമാർക്കിൽ ഞാനിവിടെ ഡൊണേഷൻ എന്നാണ് എൻ്റർ ചെയ്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇവിടെ എഡ്യൂക്കേഷണൽ ഫീയോ അതുപോലെ തന്നെ റെൻറ്റ് ഫീയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം പേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ അതായത് അയക്കേണ്ട ആളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, എത്ര എമൗണ്ട്, അതുപോലെ തന്നെ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഒരു ചാർജസും ഈടാക്കുന്നതല്ല. ഇവിടെ 1000 രൂപയാണ് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ 0 ചാർജസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ചതിന് ശേഷം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ് ഉടൻ തന്നെ. ആ OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ, യു ഹാവ് പെയ്ഡ് 1000 rupees സക്സസ്ഫുള്ളി. അപ്പോൾ നിങ്ങൾക്ക് 1000 രൂപ സക്സസ്ഫുള്ളായിട്ട് ട്രാൻസ്ഫർ ആയെന്ന് നിങ്ങൾക്ക് മെസ്സേജ് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിമൈനിങ് ബാലൻസും കാര്യങ്ങളും എല്ലാം കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെ അനായാസമായിട്ട് SBI യോനോ ക്വിക്ക് ട്രാൻസ്ഫർ ഉപയോഗിച്ച് നിങ്ങൾക്ക് പൈസ എളുപ്പത്തിൽ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അതുപോലെ പുതിയ എങ്ങനെ ബെനിഫിഷ്യറി എങ്ങനെ ആഡ് ചെയ്യാൻ സാധിക്കുമെന്നും അതുവഴി നമുക്ക് കൂടുതൽ പൈസ എങ്ങനെ SBI യോനോ ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമെന്ന വീഡിയോസ് എല്ലാം ഞാൻ ഉടൻ ചെയ്യുന്നതാണ്. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.